ഇതാ മോളെ. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ചായ. ഇതുകൊണ്ട് വരയ്ക്കും. ഇത് തന്നെ മ്യൂറൽ പെയിന്റിന് വേണ്ടതും. ഇതാണ് ദൈവം കാണിച്ചെന്ന അത്ഭുത വിദ്യ. വരയ്ക്ക്. അവള് വരയ്ക്കുന്നുണ്ടല്ലോ. ഇവൾക്ക് പൂച്ചയുടെ ജന്മം. എടുത്ത് മുകളിലേക്ക് എറിഞ്ഞാലും താഴേക്ക് വീഴുന്നത് 4 കാലിലായിരിക്കും. സെമി ഫൈനൽ മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും 2 ടീം ഔട്ടാകും. 2 ടീം ഫൈനലിലേക്ക് വരും. ജയിച്ചു വരുന്ന 2 ടീം ഫൈനലിൽ മാറ്റുരയ്ക്കും. ആ മത്സരം കഴിയുമ്പോൾ ഒരു ടീം വിജയിച്ചു വരും. ഈ കോമ്പറ്റീഷനിൽ നിന്ന് ആരാ ജയിച്ചു വരുന്നതെന്ന് ഇപ്പോൾ ജഡ്ജസ് വിധിയെഴുതും. അത് ഇപ്പൊ വേണ്ട, മാർക്ക് അവസാനം ഇടാം. ശരി. മോള് ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ ജയിക്കും. നമ്മള് തോറ്റാലും വേണ്ടില്ല, ഇവന്മാര് ജയിക്കാതിരിക്കും. ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണുനീര് കണ്ടാൽ മതി. മാം തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്താൽ മതി. ഇതാ പിടിക്കും. ചെയ്തോളൂ. ഫൈനൽ മത്സരത്തിലേക്ക് വരുന്നത് 2 ടീമുകളാണ്. 2 ടീമുകൾ ഈ കോമ്പറ്റീഷനിൽ നിന്നും ഔട്ടാവും. ജയിച്ചു വന്ന ടീമുകളെ ഞാനിവിടെ പ്രഖ്യാപിക്കാം. നന്ദിനി ദേവിയും മീനാക്ഷി കാർത്തിക്കും കൂടിയുള്ള ടീം ബി ഫൈനലിലേക്ക് നല്ല മാർക്കോട് കൂടി വിജയിച്ചു വന്നിരിക്കുന്നു. അടുത്ത ടീം എ മാലതിയും മൈഥിലിയും കൂടി പങ്കെടുത്ത ടീം എയും ഫൈനലിലേക്ക് ജയിച്ചിരിക്കുന്നു.
പിന്നെ പരാജയപ്പെട്ടവരാരും ജയിക്കാൻ അറിയാൻ പാടില്ലാത്തവരല്ല. ആ വിശ്വാസത്തോടെ ടീം സിക്കും ടീം ഡിക്കും പുറത്തു പോവാം. ദിസ് കോമ്പറ്റീഷൻ കണ്ടിന്യൂസ്. ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിരിക്കുന്നു. വിജയികളെ ജഡ്ജസ് ഉടനെ പ്രഖ്യാപിക്കും. വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഫാബ്രിക് പെയിന്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അതിനെക്കുറിച്ച് വിശദമായി വൈഷ്ണവി സംസാരിക്കും. ആദ്യ റൗണ്ട് മത്സരം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ മത്സരത്തിന്റെ വിജയികളെ കണ്ടെത്തി കഴിഞ്ഞു. എങ്കിലും ചിത്രം വരയ്ക്കാനുള്ള കഴിവിനൊപ്പം അതിനെക്കുറിച്ചുള്ള അറിവും ഉൾക്കാഴ്ചയും കൂടെ കണ്ടിട്ടേ ഞങ്ങൾക്ക് ശരിയായ വിജയികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ഇനി വേറെ കുരിശുണ്ടോ? ഇനി ക്രിസ്തുവിനെ തറച്ച കുരിശ് കൊണ്ടുവരുമായിരിക്കും. ഇനി ആരംഭിക്കാൻ പോകുന്നത് ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്. പ്രധാനമായും ചിത്രകലയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ചിത്രകലകളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരായ ജഡ്ജസ് ആണ്. പേടിക്കാതിരിക്കന്റെ മോളെ, ഞാനല്ലേ കൂടെ ഉള്ളത്. ചതിയിലൂടെയും തരികിട വേലയിലൂടെയും നമ്മൾ ഇവിടെ വരെ എത്തി. പക്ഷേ ഇതിൽ നമ്മൾ പെടും. എന്തിന്? അതിനല്ലേ ഒരു മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ചോദ്യം വരട്ടെ, നെറ്റിൽ നോക്കി പറയും. ചോദ്യങ്ങൾ ആരംഭിക്കുന്നു. ഇന്ത്യൻ ചിത്രകലകളുടെ പിതാവ്. ടീം ബി രാജ രവിവർമ്മ. അമ്മേ, ഉത്തരം കറക്റ്റാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആധുനിക ചിത്രകലകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? നോക്ക്, വല്ലതും അറിയൂടി. അടുത്ത പണി വരുവാ. ടീം ബി പറയൂ. അത് KCS പണിക്കർ. ഉത്തരം ശരിയാണ്. ടീം എ. കേരളത്തിലെ പ്രസിദ്ധരായ ചിത്രകാരന്മാർ. പറയടി. നെറ്റ് സ്ലോയാ, കിട്ടുന്നില്ല. നാണം കെടുവല്ലോ ദൈവമേ. ടീം എ ഉത്തരം പറയൂ. പറയാം, ഒന്ന് ആലോചിക്കട്ടെ. അയ്യോ, വല്ലോ നടക്കൂടി. ഉത്തരം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഉത്തരം ടീം ബി പറയൂ. രാജ രവിവർമ്മ, രാമവർമ്മ രാജ, MV ദേവൻ, ജയപാല പണിക്കർ, CK രാമകൃഷ്ണൻ നായർ, CN കരുണാകരൻ, G അരവിന്ദൻ. മതി മതി, ഉത്തരം ശരിയാണ്. താങ്ക് യു. ദ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. ഈ ചിത്രം ആരാണ് വരച്ചിരിക്കുന്നത്? ടീം എ പറയൂ. ഇതെങ്കിലും നടക്കോ? തലയിൽ മുണ്ടിട്ടുണ്ട് ഓടേണ്ട വരുമല്ലോ ദൈവമേ. ഉത്തരം പറയൂ.
സമയം കഴിഞ്ഞു. ഇനി ഉത്തരം ടീം ബി പറയൂ. ലിയനാർഡോ ഡാവിഞ്ചി. ഉത്തരം വളരെ ശരിയാണ്. വാൻ ഗോഗിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? ടീം എ, വാൻ ഗോഗ് ആരായിരുന്നു? അറിയോ വല്ലതും? കൂടെ ഇരിക്കുന്ന ആൾക്ക് ഒന്നും പറയാനില്ലേ? അയ്യോ, അറിയാലോ. ബാങ്കോങ്. വിൻസെന്റ് വാൻ ഗോഗ്. അത് ചിക്കൻ കബാബും ചിക്കൻ മഞ്ചൂരിയും പിന്നെ ചിക്കൻ ചില്ലിയും അതൊക്കെ പോലെ ചിക്കൻ പൊരിച്ചതാണ് ഈ ബാങ്കോങ്. ലോകോത്തര ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിനെ ചിക്കൻ കബാബാക്കി മാറ്റിയ നിങ്ങൾക്ക് മാപ്പില്ല. അയ്യോ, മാത്രമല്ല നെറ്റ് നോക്കി ഉത്തരം പറഞ്ഞിരുന്ന നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടതായിരുന്നു. ആ പോട്ടെ. നിന്റെ ഒരു നെറ്റ്. ഇന്ന് നടന്ന ഈ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഈ മ്യൂറൽ ഫാബ്രിക് പെയിന്റിംഗ് മത്സരത്തിൽ 1ാം സമ്മാനം നേടി വിജയിച്ചിരിക്കുന്നത് ടീം ബി ആണ്. ഇതിലും വല്ലാത്ത പരിപാടിയായിപ്പോയി. ഇവിടെ കൂടെ നടന്നാൽ ഞാൻ നാണം കെട്ടുപോകും. അടുത്തത് സമ്മാനദാനമാണ്. വിജയികളായ നന്ദിനി ദേവിയും മീനാക്ഷിയും ഇവിടേക്ക് വന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ക്യാഷ് പ്രൈസ്. കൺഗ്രാറ്റ്സ്. ഇതെന്താ മുത്തശ്ശിക്ക് ഇത്ര വലിയ ടെൻഷൻ? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. ഇവിടെ നിന്ന് നാഗർകോവിലേക്ക് പോകാനുള്ള ദൂരം മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തീർത്തു. ഒന്ന് പോടാ അവിടുന്ന്. അല്ല, നടക്കുന്ന വളരെ നല്ലതാ. അതൊരു എക്സസൈസ് അല്ലേ മോനെ? ഞാൻ ടെൻഷൻ അടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. മ്യൂറൽ പെയിന്റിംഗ് മത്സരത്തിന് പോയവരെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓഹോ, അതാണ് മുത്തശ്ശിയുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. അവരെല്ലാം ഇപ്പൊ ഇങ്ങെത്തും. അതല്ല മോനെ, അങ്ങനെ കൈവീശി വന്നിട്ട് കാര്യമുണ്ടോ? ആർക്കാ 1ാം സമ്മാനമൊന്നും അറിയില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല. എന്റെ മോനൊന്ന് വിളിച്ചു നോക്കി. അപ്പോ 1ാം സമ്മാനം ചെമ്പകമംഗലത്തേക്ക് പോരണം. അതാണ് മുത്തശ്ശിയുടെ പ്രശ്നം. ഞാൻ അങ്ങനെ മോഹിക്കുന്നുണ്ടെങ്കില് അതിലെന്താ ഒരു തെറ്റ്? കേരളത്തിൽ
ഈ മ്യൂറൽ പെയിന്റിംഗിന്റെ ആധികാരികമായ കേന്ദ്രം ഈ ചെമ്പകമംഗലം തന്നെ. എന്റെ പിന്തുടർച്ചാവകാശികളാ നന്ദിനിയും മീനാക്ഷിയും. അവർക്ക് അർഹമായ സമ്മാനം കിട്ടുകയും വേണം. എന്തിനാ മുത്തശ്ശി ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ സമ്മാനം ചെമ്പകമംഗലത്തേക്കുള്ളത് തന്നെയാ. ദേവമ്മയും മീനാക്ഷിയും കൂടി ആ സമ്മാനം ഇപ്പൊ ഇങ്ങോട്ട് വരും. നിന്നോട് അവര് വിളിച്ചു പറഞ്ഞു അല്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തതുമില്ല. പക്ഷേ എന്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട് അവർക്കേ അത് കിട്ടുമെന്ന്. ആ കാര്യത്തിൽ എന്റെ മനസ്സ് ഫുൾ പോസിറ്റീവാ. ആ വരുന്നവരുടെ മുഖത്ത് നോക്കി റിസൾട്ട് വായിച്ചോ. മീനാക്ഷിയുടെ കയ്യിലിരിക്കുന്നതാ ഒന്നാം സമ്മാനം കിട്ടിയ ശില്പം. ദേവമ്മയുടെ കയ്യില് ഒരു എൻവലപ്പ് ഉണ്ട്. അത് ചിലപ്പോ ക്യാഷ് അവാർഡായിരിക്കും. മുത്തശ്ശി വിളിച്ച് ബഹളം കൂട്ടണ്ട. ഒന്നാം സമ്മാനം ആർക്കാ? ഫസ്റ്റ് പ്രൈസ്. കണ്ടില്ലേ, ഒന്നാം സമ്മാനം എന്റെ അമ്മയ്ക്കും എനിക്കും കൂടിയോ? അതെ. ഇത് ശില്പം. ക്യാഷ് അവാർഡ് അമ്മയുടെ കയ്യിലുണ്ട്. നിന്ന് നാണം കിടന്ന വാടി അകത്തേ കയറി പോവാം. നാണം കിടന്ന് എന്തിനാ? മത്സരമാകുമ്പോ ആരെങ്കിലും ഒരു കൂട്ടര് ജയിക്കും, അതങ്ങനെയാ. മത്സരം അങ്ങനെയാ, പക്ഷേ മത്സരത്തിലെ തരികിടകൾ അങ്ങനെയല്ല. മോളെ വാ. ആ നിൽക്ക് നിൽക്ക്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കുഞ്ഞമ്മായി മൈഥിലിയും തോറ്റുപോയല്ലേ? കഷ്ടം. അവര് ഡോഗ് ചന്തയ്ക്ക് പോയതുപോലെ തിരികെ വന്നു. മത്സരമാകുമ്പോ ജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ കള്ളത്തരം കാണിച്ച് പുറത്താവില്ല. എന്തോറ്റി? ഡിസ്ക്വാളിഫൈഡ്. വിശദീകരിച്ച് പിന്നെ പറയാം. ദൈവം നിങ്ങളെ രണ്ടുപേരെ ആവോളം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ മേലെ നിങ്ങളൊരു കിരീടം കൂടി നേടിയിരിക്കുന്നു. വാ മൈഥിലി. അവിടെ നിൽക്ക് രണ്ടുപേരും. ദേ, നീ എന്റെ ഇളയ മരുമകളാ. പക്ഷേ നിന്റെ ഈ കൂട്ടുകെട്ട് നിന്നെ പലപ്പോഴും മോശക്കാരിയാക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ജീവിച്ച നിനക്ക് കൊള്ളാം. പരാജയപ്പെട്ടത് ഒരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ ആ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയായി കരുതണം. വിഷമിക്കരുത്. ആ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഞാനൊരു സമ്മാനം തരുമെന്ന്. ആ അത് ഞാൻ പാലിക്കണ്ടേ? ദേ, ഇതെന്റെ അമ്മയ്ക്ക്, ഇത് എന്റെ ഭാര്യയ്ക്ക്. ഓരോരോ പ്രഹസനം. പ്രഹസനമല്ല, പ്രഹസനം. കൂടെയല്ലടി വാടി. വാ അങ്ങോട്ട്. ആ അമ്മ, ഇതാ സമ്മാനം. 1,00,000 രൂപയുടെ ചെക്കാ.
ദാ മുത്തശ്ശി